നമസ്കാരം. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് നേരെയുണ്ടായ വധശ്രമം അപലപനീയവും പ്രതിഷേധകരവുമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ. ഷാജനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച ആക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം. അപ്രിയകരമായ വാർത്തയെ തല്ലിയൊതുക്കി നിശബ്ദരാക്കാനുള്ള ശ്രമം ജനാധിപത്യ വിരുദ്ധമാണ്. ഷാജനെതിരെ ഇത്തരം അക്രമങ്ങളും നടപടികളും ആവർത്തിച്ചുണ്ടാകുന്നത് പോലീസ് ഗൗരവത്തോടെ കാണണം. കർക്കശ നടപടിക്കും പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും യൂണിയൻ പ്രസിഡന്റ് KP റജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും ആവശ്യപ്പെട്ടു. എല്ലാ ഭാഗത്തു നിന്നും സമാന പ്രതികരണമാണ് ഉയരുന്നത്. പക്ഷേ പ്രതികൾ ഇപ്പോഴും ഇൻസ്റ്റഗ്രാം പോസ്റ്റിട്ട് പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് നടപടികൾ എടുത്തിരുന്നു. കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തത്. ആളുകളെ തിരിച്ചറിയാനുള്ള ശ്രമം തുടങ്ങിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. സംഘം ചേർന്ന് ആക്രമിക്കൽ, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയ്ക്ക് ഇടുക്കിയിൽ വെച്ച ഒരു സംഘത്തിന്റെ മർദ്ദനമേൽക്കുന്നത്. മങ്ങാട്ട് കവലയിൽ വെച്ച വാഹനത്തിൽ പിന്തുടർന്നെത്തിയ സംഘം ആസൂത്രിതമായി മർദ്ദിക്കുകയായിരുന്നു. ഇടുക്കിയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് സംഭവം നടക്കുന്നത്. പോലീസാണ് ഷാജൻ സ്കറിയയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഷാജൻ സ്കറിയയെ വാഹനം ഇടിപ്പിച്ച് അപായപ്പെടുത്താൻ നടത്തുന്ന ശ്രമത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ ഇന്ത്യ രംഗത്ത് വന്നിരുന്നു. ഈ സംഭവം അത്യന്തം ഞെട്ടലുളവാക്കുന്നതാണ് എന്നും മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ഇത്തരം ശാരീരികാക്രമം ജനാധിപത്യ രാജ്യത്ത് വെച്ചുപൊറുപ്പിക്കാനാകില്ല എന്നും സംഘടന പ്രസ്താവനയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ ഷാജൻ സ്കറിയ നിലവിൽ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. ഷാജൻ സ്കറിയക്കെതിരെ നടന്ന ആക്രമണത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പോലീസ് മേധാവിയോട് കോം ഇന്ത്യ പ്രസിഡന്റ് സാജ് കുര്യനും ജനറൽ സെക്രട്ടറി KK ശ്രീജിത്തും സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണമായി മാത്രമേ ഈ ഒരു സംഭവത്തെ കാണാൻ കഴിയുകയുള്ളൂ എന്നും ഇരുവരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിലവിൽ ഷാജൻ സ്കറിയയുടെ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത്. FIR പറയുന്നതും ഇപ്രകാരമാണ്. ശനിയാഴ്ച രാത്രി 6:40 ആക്രമണം. ഭാരതീയ ന്യായ സംഹിതയിലെ 182/2, 190, 191/1, 191/2, 191/3, 115/2, 351/2, 126/2, 110 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ FIR ആണ് പോലീസ് ഇട്ടിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ടുണ്ട്. വധശ്രമ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. 1 മുതൽ 5 വരെ പ്രതികൾക്ക് മാധ്യമപ്രവർത്തകനായ ആവലാതിക്കാരനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായ സംഘം ചേർന്ന തങ്ങൾ ഓരോരുത്തരും T സംഘത്തിലെ അംഗങ്ങളാണെന്ന അറിവോടെ ആക്രമണം നടത്തിയെന്നാണ് FIR-ൽ പറയുന്നത്. മങ്ങാട്ടുകവല മില്ലിന് മുൻഭാഗത്ത് വച്ച ഥാർ ജീപ്പ് വെച്ച് ഇടിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ജീപ്പിൽ നിന്നും ഡോറ് തുറന്നിറങ്ങി വന്ന നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ആവലാതിക്കാരനെ കാറിൽ നിന്നും വലിച്ചു ചാടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനെ എതിർത്ത ആവലാതിക്കാരനെ 1-ാം പ്രതി കൈ ചുരുട്ടി വലത് മുഖഭാഗത്തും മൂക്കിലും തലയിലും വലത് നെഞ്ചിലും തുടരെ ഇടിക്കുകയായിരുന്നു. ആവലാതിക്കാരന്റെ മൂക്കിലും വായിലും മുറിവുണ്ടായി. 2 മുതൽ 5 വരെയുള്ള പ്രതികൾ ഷാജൻ സ്കറിയയെ ബലമായി കാറിൽ പിടിച്ചിരുത്തി. 2-ാം പ്രതിയും നിന്നെ കൊന്നിട്ടേ പോകൂവെന്ന് പറഞ്ഞ കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. മരണവെപ്രാളത്തിൽ കൈതട്ടി മാറ്റിയത് കൊണ്ടാണ് ആവലാതിക്കാരന് മരണം സംഭവിക്കാത്തതെന്നും FIR-ൽ പറയുന്നു. അതായത് വധശ്രമത്തിനാണ് നിലവിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്.